ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പം നല്ല ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വിക്കിൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. ഗ്രാജുവേഷൻ എന്നാണ് കേട്ടോ ഇവിടെ എല്ലാവരും പറയുന്നത്. വെച്ചാൽ ഒരു ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ എല്ലാം ഗ്രാജുവേഷനാണ്. അത് കിൻഡർ ഗാർഡൻ ആണെങ്കിലും 1ാം ക്ലാസ് ആണെങ്കിലും ഒക്കെ ഗ്രാജുവേഷനായിട്ടാണ് പറയുന്നത്. അപ്പം കിൻഡർ ഗാർഡനിൽ നിന്ന് 1ാം ക്ലാസ്സിലോട്ട് പോകാനുള്ള ആ ഒരു ഇത്, അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനാക്കി അവിടെ പോയിട്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് പോയാൽ മതി. ഒരു കുട്ടിക്ക് 2 പേരാണ് വരാൻ പറ്റുള്ളൂ. 2 ടിക്കറ്റാണ് തരിക. അപ്പം ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ 2 പേരും ഒരു കൊച്ചും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ 2 പേരുള്ളത് കൊണ്ട് പിന്നെ 2 പേര് മാത്രമായിട്ട് പോകാമല്ലോ. അങ്ങനെ വിക്കി പറയായിരുന്നു 2 പേരുള്ളത് കൊണ്ട് നന്നായി പോയി. കാരണം അല്ലെന്ന് വെച്ചാൽ കൂടുതൽ പേര് വരാൻ പറ്റൂല്ലല്ലോ. അപ്പോൾ ടിക്കറ്റ് കിട്ടാതിരിക്കുമ്പം കുറച്ച് വിഷമമായി പോകും എല്ലാവർക്കും. 2 പേരായതുകൊണ്ട് കറക്റ്റ് 2 ടിക്കറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂളിലോട്ട് പോയതിന് ശേഷം പിന്നെ അവിടെ ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇതാണ് ഇൻവിറ്റേഷൻ കാർഡ് അവർ തന്നിരിക്കുന്നത് നമ്മൾക്ക്. അപ്പോൾ ഇന്ന് ജൂൺ 9 കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ സെലിബ്രേഷൻ. അതിന് വേണ്ടിയിട്ട് ടിക്കറ്റും ഉണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ടിക്കറ്റും തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ഫാമിലി എന്ന് വെച്ചാൽ ഇപ്പോൾ വിക്കി ഒരു സ്റ്റുഡൻറ്റിന് 2 പേരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ടിക്കറ്റ് തന്നിട്ടിരിക്കുകയാണ്. ഇവർക്ക് എൻകാൻഡോ തീമാണ്. വിക്കിക്കുട്ടൻ അത് റെഡി ആയിട്ടുണ്ട്. വിക്കിക്ക് ഇതാണ് തീം. അവർക്ക് എല്ലാവർക്കും ഈ ഒരു ബ്ലൂ ഡ്രസ്സാണ്. എൻകാൻഡോൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ തീമാണ്. അപ്പം വിക്കി ഇതെല്ലാം റെഡി ആയില്ലേ. ഇപ്പം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കുറച്ച് വലിയ സൈസ്, ഇവരെക്കാളും വലിയ സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പോർട്സിനും അങ്ങനെയായിരുന്നു, വലിയ ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ശരി ശരി, വാ വാ നമുക്ക് പോവാം. ഏട്ടൻ്റെ എന്തേ റെഡിയായി. ഏട്ടാ ഏട്ടന് ഇന്നും വർക്ക് ഉണ്ട്. പക്ഷെ വിക്കിന്റെ പ്രോഗ്രാം കഴിയുന്നത് വരെ ഔട്ട് ഓഫ് ഓഫീസ് അല്ലേ ഏട്ടാ? ഔട്ട് ഓഫ് ഓഫീസ് ഇട്ടിട്ട് വരികയാണ്. അയ്യോ, ഇവിടെ മുഴുവൻ മൾബറി ആട്ടോ. ദേ നമ്മുടെ പഴയതുപോലെ ഫുൾ മൾബറി ആയിട്ടുണ്ട്. ഓ, അത് ഉള്ളിൽ പോന്നോ? ആ ഹാ ഹാ. നമ്മളിപ്പോൾ അത് വിക്കിനെ ആക്കിയിട്ട് വന്നു. എന്നിട്ട് പാർക്കിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. എന്തായാലും 9:30-ക്കാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ വിക്കിക്ക് അതേ ടൈമാണെന്ന് വെച്ചാൽ 8:15 മുതൽ 8:40 വരെ അവർക്ക് പോവാം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ട് വീണ്ടും വരണ്ടേ. പോയിട്ട് വരാം, പക്ഷെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വേഗം ഒന്ന് 9:30 ആയി കിട്ടിയാൽ മതി. എന്നിട്ട് ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഏട്ടൻ എന്താ ഷോക്കായിട്ട് ഏട്ടന് വർക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഒരു 10:30-11 മണി വരെ ഉണ്ടാവുള്ളൂ സെലിബ്രേഷൻ. അപ്പം അതുവരെ ഒന്ന് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം. ഓക്കെ, വിക്കിൻ്റെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ സെലിബ്രേഷൻ ഒക്കെ നടക്കണം. വെൽക്കമിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മൾ സ്കൂളിൻ്റെ അകത്തോട്ട് കടന്നപ്പോൾ തന്നെ വെൽക്കം ചെയ്യാനൊക്കെ ആളുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ആളുകളല്ല, കുട്ടികൾ തന്നെയാണ്. ഇങ്ങനെ ചിയർ ഗേൾസ് പോലെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് താഴോട്ടാണ് ഇവരുടെ ഈ ഒരു സെലിബ്രേഷൻ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഒരു ഗുഹ പോലെ ഇങ്ങനെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരിവിടെയൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ഇന്നത്തേക്ക് വേണ്ടിയിട്ടാണ് ബലൂൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഹാൾ എന്ന് പറയുന്നത്. ഇവരെ ഇവിടെ വെച്ചെല്ലാം ക്രിയേറ്റ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ നേരത്തെ ഇത് വിക്കി പറഞ്ഞത് ഇവരിവിടെ എന്താണ് ക്യാൻറ്റീനായിരുന്നു, ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെ വരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതെ, നമ്മൾ വന്ന് ഇരുന്നു. പക്ഷേ ഇരുന്നത് ഒരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കി ആ സൈഡ് പോയി ഇരുന്നു. ഞങ്ങൾക്ക് വിക്കിനെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനേ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ ഇപ്പുറത്തെ അറിയില്ലല്ലോ അവരെവിടെ പോയി ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നു. എന്നിട്ട് പ്രോഗ്രാമിൻ്റെ ഇതുണ്ടല്ലോ, അജണ്ടയൊക്കെ ഈ ഒരു പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. You should be very, very proud.
അപ്പോൾ എല്ലാ കുട്ടികളുടെയും എൻട്രി ആയിരുന്നു. ഓരോരാളായിട്ട് ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പേരൊക്കെയാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ കുറച്ച് എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ അവരുടെ ആർട്സും ടീച്ചറൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെമ്മറി ഫുള്ളായി പോയായിരുന്നു. കറക്റ്റ് വരുന്നതിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കട്ടായി. പക്ഷെ ഞാൻ ഓർത്തു എടുത്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് കാണാനില്ല. എഡിറ്റ് ചെയ്യാൻ നോക്കുന്നതിന് മുന്നേ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണമായിരുന്നു വീഡിയോസൊക്കെ. അപ്പം അത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി വിക്കിൻ്റെ പാർട്ടില്ല എന്നുള്ളത്. കുഴപ്പമില്ല എന്തായാലും. പിന്നെ ഞങ്ങൾ ഈ സൈഡിലിരുന്നതുകൊണ്ട് ഇതേ ആ അറ്റത്താണ് വിക്കി. സൂം ചെയ്താൽ ചെറുതായിട്ട് കാണാമെന്നേ ഉള്ളൂ. Dr. Brown, Mr. Frangillo for allowing us to have this beautiful celebration today, and the PTO for all the work that they put into this room decorating for us. I just made something unexpected, something sharp, something new. It's not symmetrical or perfect, but it's beautiful, and it's mine. What else can I do? അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് ഡാൻസ് ഉണ്ടായിരുന്നത്. രണ്ട് ഡാൻസസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇപ്പം ജോയിൻ ചെയ്തപ്പോൾ മുതൽ ഇവരിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു മെമ്മറി അവർക്കത് കാണുമ്പോൾ നല്ല രസമായിരിക്കും, ടീച്ചേഴ്സിനും അവർക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കലാണ്. Kenzie Arafa. Leanne Moreno. Isabel. All right, parents, again, thank you. We had you all the best this summer and all the best in first grade. All right, ready, friends? Oh, you got the end. അങ്ങനെ
ഇവരുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ, പട്ടം അതുപോലെ ഇങ്ങനെ ഡിസ്ക് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഫോട്ടോ എടുക്കലാണ്. ഫോട്ടോ എടുക്കൽ എന്ന് പറയുമ്പം ഇവർ സ്കൂളിൻ്റെ വകയായിട്ടും എടുക്കും, പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ എടുക്കാം. എല്ലാവർക്കും ഒരു കുറച്ച് ടൈം തരുന്നുണ്ട്. ടീച്ചറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബലൂൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും കുട്ടികളോട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് ബൈയൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സ്കൂളിൽ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു എത്തി. ഇതാണ് വിക്കിൻ്റെ സർട്ടിഫിക്കറ്റ്, കിൻഡർ ഗാർഡൻ്റെ സർട്ടിഫിക്കറ്റ്. നമ്മൾ പ്രീ സ്കൂളിൻ്റെ നമ്മൾ നേരത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. പക്ഷെ അതുപോലെയല്ല, അത് വെളിയിലായിരുന്നു, കോവിഡൊക്കെ ആയതുകൊണ്ട്. ഇതിപ്പം അകത്ത് തന്നെ നല്ല രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ വിക്കിൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം അടിപൊളിയായിട്ട് നടന്നു. നല്ല രസമായിരുന്നു. ഞാനടുത്ത് ഫുഡും കൂടി ഉണ്ടാവുന്നു. പക്ഷേ ഫുഡെന്ന് പറഞ്ഞാൽ നമുക്കല്ല, ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊടുത്ത് നമുക്ക് വീട്ടിലോട്ട് തിരിച്ച് കൊണ്ടുവരാം കുട്ടികളിനെ. ഇനി അഥവാ അവിടെ തന്നെ ഇന്ന് ഫുൾ ഡേ ഇരുത്തണമെങ്കിൽ അങ്ങനെ ഇരുത്താം. പക്ഷെ വീട്ടിലോട്ട് പോകണമെങ്കിൽ സൈൻ ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പം ഞാനിപ്പം ഇനി രണ്ടാമത് വീണ്ടും വിളിക്കാൻ പോകണമല്ലോ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ വിക്കിനെയും കൊണ്ട് ഞങ്ങൾ വന്നു. ഏട്ടനെ വേറെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുകൊണ്ട് ഏട്ടൻ പോയി. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിൽക്കിടപെട്ടെ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ ഞാൻ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുമെന്നറിയില്ല, ഇല്ലെങ്കിൽ ഇവിടെ നിർത്തുണ്ടാവും. ഇതിപ്പോൾ എത്ര ഉണ്ടെന്നറിയില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ടുള്ള പിന്നെ ഇനിയിപ്പോൾ എന്താ ഭക്ഷണം ഉണ്ടാക്കൽ പരിപാടികളൊക്കെ കാണിക്കാം സമയം ഉണ്ടെങ്കിൽ. വീക്കിൻ്റെ കൂടെയൊക്കെ ഇന്നിപ്പോൾ എന്തായാലും ലീവ് ആണല്ലോ വീട്ടിൽ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കളിച്ച് പിന്നെ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. വീക്കിൽ കൂടെ മാസ്ക് ഡാൻസ് ചെയ്യുമ്പോൾ മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റിയില്ല അല്ലേ? ഇപ്പോഴെന്തിനാടാ മാറ്റുന്നത്? ഡാൻസ് ചെയ്യുമ്പോൾ മാസ്ക് മാറ്റണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതായിരുന്നു. വിക്കി മറന്നുപോയി. ഞാൻ അവർ പറയില്ലല്ലോ. നമ്മളിപ്പോ കീ ഇല്ലാണ്ട് വെളിയിലിരിക്കണ. ഡോർ അടഞ്ഞു പോയല്ലോ, ലോക്കില്ല, അല്ല കീ ഇല്ല. അങ്ങനെ ഞാനും വിക്കിയും കൂടെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കാണ് ഒരു വലിയ കാര്യം ഓർമ്മ വന്നത്. കീ ഇല്ല എന്നുള്ളത്. കീ ഏട്ടൻ്റെ ബാഗിലാണ്. വിക്കിയാണ് വീടെത്തിയതിന് ശേഷം ഓർമ്മിപ്പിച്ചത് കീ ഉണ്ടോ കയ്യിലെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അയ്യോ, ഏട്ടനാണെങ്കിൽ പോയത് ന്യൂയോർക്കിലോട്ടാണ്. അപ്പം വിക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് കഴിഞ്ഞു. ടൈമിന് 11 മണി പറഞ്ഞത് അതിന് മുന്നേ തന്നെ കഴിഞ്ഞായിരുന്നു. 10 മണി ആ ഒരു ടൈമിൽ കഴിഞ്ഞപ്പം ഏട്ടന് ന്യൂയോർക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഒന്ന് വേഗം പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ് പോയത്. ഓഫീസിൽ വർക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അതിന് മുന്നേ തിരിച്ചെത്തണം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങളങ്ങ് ശരിയെന്നും പറഞ്ഞിട്ട് അങ്ങ് ഇങ്ങോട്ട് വന്നു. പിന്നെയാണ് ഇവിടെ എത്തിയപ്പോഴും ഓർമ്മ വന്നത് ഇങ്ങനൊരു കാര്യം. അപ്പം വെളിയിലായിപ്പോയി. പിന്നെയാണെങ്കിൽ ഫോണിലായിരുന്നു ഞാൻ വിക്കിൻ്റെ വീഡിയോസ് മുഴുവൻ എടുത്തത്. നമ്മുടെ പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് എടുത്തത് ഫുൾ ഫോണിലായതുകൊണ്ട് തന്നെ ചാർജ് ഒട്ടും ഇല്ലായിരുന്നു ഫോണിൽ. അതുകൊണ്ട് ഇവിടെ ഇരുന്നതിന് ശേഷമുള്ള വീഡിയോസ് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, എല്ലാം അകത്താണല്ലോ, ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെ വെള്ളം കിട്ടുമല്ലോ, ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പിസ്സയും വെള്ളവും ഒരു ഫാൻറ്റ ബോട്ടിലും കൂടിയിട്ട്, അഥവാ വെള്ളം മാത്രം കുടിച്ച് കുറച്ച് ജ്യൂസും കൂടെ കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം വീണ്ടും ഏട്ടൻ വരുന്നത് വരെ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർക്കിലും I feel like I'm wasting Mama's house right now. Just do it, Mama, now. ശരി, ചാർജ് ഇല്ല. അതെ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പിസ്സ കഴിക്കാൻ പോവാണ്. കാരണം അകത്തോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് വെളിയിലിരുന്ന് പിസ്സയും വെള്ളവും ഓർഡർ ചെയ്ത്. That I want to drink like right now. ചാർജ് ഇല്ല, അതുകൊണ്ടാണ് വിക്കി പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പാർക്കിലോട്ട് പോയി. വിക്കിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാർക്കിലായിരുന്നു കളിക്കല്. പിന്നെ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് പാർക്കിൽ നിന്ന്. ഇനിയിപ്പം ഏട്ടൻ എന്തായാലും വരും. അവിടെ നിന്ന് വന്ന് ബസ് കയറിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും വാതിൽ തുറന്ന് അകത്ത് കയറാം. ഇനി എനിക്ക് എടുക്കാനുള്ള എനർജി ഇല്ല, വീഡിയോ എടുക്കാനുള്ള എനർജി ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല. ഇതിപ്പോൾ വീട്ടിൽ പോവാണ്, ഏട്ടൻ വരാറായതുകൊണ്ട് എടുത്തതാണ്. ഫുൾ ഭയങ്കര ചൂട്, നല്ല വെയിൽ.
പക്ഷെ പാർക്കിനകത്ത് നല്ല തണലാണ്. ഞങ്ങളവിടെ ഇരുന്നേ. എന്നാലും കുറച്ച് നേരം ഇത്തിരി വെയിലത്ത് വിക്കിൻ്റെ കൂടെ കളിച്ചൊക്കെ ചെയ്തു. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം. ഇതാണ് പരിപാടി. കിടന്നുറങ്ങാറില്ല സാധാരണ ഈ സമയത്ത്. പക്ഷെ മുടിയൊക്കെ മുടി ഭയങ്കരമായിട്ട് കൊള്ളായിട്ടിരിക്കുക. വെള്ളം ഞങ്ങൾ ഓർഡർ കാണിച്ചു തന്നായിരുന്നല്ലോ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാനാ. അതാ ഇനിയിപ്പോൾ ഞങ്ങളതാ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എന്നിട്ട് പിന്നെ എന്താ അത്രേ ഉള്ളൂ. നാളെ പിന്നെ വീണ്ടും ഉണ്ട്. വിക്കിക്ക് സ്കൂളുണ്ട്. നാളെ സ്കൂളുണ്ടല്ലേ വിക്കി? ഓ ടയർഡാണ്. നാളെ ഗ്ലോ ഡാൻസ് ആണ് ബേബി. അപ്പം അങ്ങനെയാണ്. ഫോണിലൊട്ടും ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങനെ ഓഫാക്കി. പിന്നെ വീട്ടിലെത്തി. ഏട്ടൻ വന്നു. പിന്നെ കുഴപ്പമില്ല, അകത്തോട്ട് കയറി. പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റുന്നത് കൊണ്ട് ഒരു ഉച്ച വരെ നിന്നുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഏട്ടൻ വന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ അന്ന് ഫുൾ ഡേ എനിക്ക് റെസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേക ദിവസമായിരുന്നു. വിക്കിക്കും എനിക്കും. അതെന്തായാലും മറക്കില്ല. നല്ലൊരു സ്പെഷ്യൽ ഡേ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ അത്രയ്ക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഗ്രാജുവേഷൻ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.